ഹലോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു 2 ഡയമെൻഷണൽ കേസിൽ ഗ്രാഫിക്കലി എങ്ങനെ പ്രിൻസിപ്പൽ സ്ട്രെസ്, ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ, മാക്സിമം ഷിയർ സ്ട്രെസ്, ഡയറക്ഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ ഇവയെല്ലാം കാണാൻ പഠിച്ചു. σ1, σ2, അതുപോലെ തന്നെ ടോമാക്സ്, θ1, θ2 ആൻഡ് φ1, φ2. ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ലൈവായിട്ടും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യനിൽ σx, σy, τxy തരും. ക്വസ്റ്റ്യനിൽ σx, σy, τxyൻ്റെ വാല്യൂസ് തരും. എന്നിട്ട് എന്തെല്ലാം നമ്മളതിന്ന് σ1, σ2, ടോമാക്സ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് θ1, θ2, ഡയറക്ഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ φ1, φ2 ഇവയെല്ലാം കാണാൻ പഠിച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് കേസാണ് പറയുന്നത്. ഇത് തന്നെ ഒരു കാര്യം കൂടി കാണാൻ ബാക്കിയുണ്ട്. സ്ട്രെസ് ഓൺ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ട്രെസ് ഓൺ എനി ഒബ്ലീക്ക് ഓർ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂ കാണാൻ ചോദിച്ചാൽ എങ്ങനെ ഗ്രാഫിക്കലി കണ്ടെത്താം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയാൻ ബാക്കിയുണ്ട്. അത് ഞാൻ കമ്പൈനായിട്ട് പറയാം. ഇനി വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് കേസ് σx, σy, τxy തരുന്ന കേസാണ് പഠിച്ചത്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പൾസസ് തരും ക്വസ്റ്റ്യനിൽ. σ1ഉം σ2ഉം തരും ക്വസ്റ്റ്യനിൽ. ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് തരും, σ1, σ2. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ സ്ട്രെസ് ഓൺ എനി ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഗ്രാഫിക്കിൽ എങ്ങനെ കാണാമെന്ന് നമുക്ക് ഈ ഒരു മെത്തേഡിൽ നോക്കാം. സെയിം മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഐഡിയ കിട്ടും. ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ അതിൻ്റെ ഡയറക്ഷൻ തരും, ഇത്ര ഡിഗ്രിയാണ് ഇൻക്ലൈൻഡ് എന്ന് തരും. എന്നിട്ട് അതിലെ ആ പ്ലെയിനിലെ സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് σnഉം τnഉം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കും. നമുക്ക് ക്വസ്റ്റ്യൻ തരാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? σxഉം σyയും τxy ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എയിൽ നിന്ന് നമ്മൾ സപ്പോസ് σx ആൻഡ് σy ആർ ടെൻസൈലാണെങ്കിൽ രണ്ടും റൈറ്റിലേക്കാണ് വരയ്ക്കുക. കംപ്രസീവ് ആകുമ്പം ലെഫ്റ്റിലേക്ക് എടുക്കും. രണ്ടും ടെൻസൈലാണെന്ന് വിചാരിക്കാം. അപ്പോൾ σx മാർക്ക് ചെയ്യുന്നു. ബി എ ബി സിക്കൽ ടു σx 60 ആണെങ്കിൽ 6 സെൻറ്റിമീറ്ററിൽ. ദെൻ σy നോക്കുന്നു. 30 ആണെങ്കിൽ 40 ആണെങ്കിൽ ആ അളവ് അനുസരിച്ചിട്ട് സി മാർക്ക് ചെയ്യുന്നു. അത് σy. സോ പിന്നെ ഉള്ളത് τxy നോക്കുക. τxyൻ്റെ വാല്യൂ എത്ര നോക്കിയിട്ട് ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ, സിയിൽ നിന്ന് മുകളിലേക്കും എത്രയാണ് τxy അത് അളവെടുക്കുക. τxy എന്നിട്ട് അത് യോജിപ്പിക്കുന്നു. അത് ഈ ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒറിജിനും, ഇത് എഫ് ആൻഡ് ഇത് ജി. ടേക്ക് ഒ ആസ് സെൻറ്റർ ആൻഡ് ഒ ജി ആസ് റേഡിയസ്. കോമ്പസ് ഇവിടെ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. വരച്ചാൽ കോമ്പസ് ഇല്ല, അതുകൊണ്ട് ഈ സർക്കിൾ പറയുന്ന പോലെയാണ് മോർ സർക്കിൾ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സർക്കിളിൻ്റെ എൻഡിന് നമ്മൾ സി ഡാഷ് അല്ലെങ്കിൽ C1 എന്നോ C' എന്നോ അല്ലെങ്കിൽ B1 എന്നോ ഇവിടെ ഒരു എൻഡ് ഉണ്ടാവില്ല. ഈ ഹൊറിസോണ്ടൽ ലൈനായിട്ട് കൂട്ടിമുട്ടുന്ന എൻഡിനെ B1 C1 എന്നാണ് തോന്നുന്നു അല്ലേ, ഒരു B' C' എന്നോ. ഓക്കെ, B1 C1 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം B1ഉം C1ഉം എന്ന് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ആൻസർ അവിടെ എന്തായിരുന്നു? σ1 = AC1. ഇതാണെന്ന് നോക്കുക, AC1 ഇത്രയാണെന്ന് നോക്കുക. σ1 = AB1 ആൻഡ് σ2 = AC1. ഇങ്ങനെയായിരുന്നു നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരുന്നത്. ബാക്കി ആൻസർക്ക് ഇവിടെ ഉണ്ട്. ഈ ആംഗിളാണ് തീറ്റ. ഈ ആംഗിളിൻ്റെ പകുതിയാണ് θ1 വരിക. പിന്നെ ഇതിൻ്റെ റേഡിയസാണ് ടോമാക്സ്. ഓക്കെ, അങ്ങനെയാണ് പിടിച്ചിരുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് കേസിൽ σ1ഉം σ2 ആണ് തരുന്നത്.
ഓക്കെ, നമുക്ക് ഈ വാല്യൂ ആണ് തരുന്നത്. അപ്പോൾ എങ്ങനെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആണ് ക്വസ്റ്റ്യനിൽ കിട്ടുക. അപ്പോൾ അതേപോലെ എ എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. വി നോ ദാറ്റ് ഇതായിരിക്കും ഇതിൻ്റെ നമുക്കറിയാം സിഗ്മ 1ഉം സിഗ്മ 2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് C1ഉം B1ഉം നമുക്ക് കിട്ടും. C1 ആൻഡ് B1 നമുക്ക് കിട്ടും അല്ലേ. ഇത് സിഗ്മ 2 ആയിരിക്കും, ഇത് സിഗ്മ 1 ആയിരിക്കും. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, അങ്ങനെയല്ല കിട്ടുക. അതായത് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക, B1ൻ്റെയും C1ൻ്റെയും സെൻറ്റർ എടുക്കുക, അതിന് ശേഷം എന്നിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ബിയും സിയും മാർക്ക് ചെയ്യുന്നു സിഗ്മ എക്സ് സിഗ്മ വെച്ചിട്ട്, അതിനുശേഷം സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് B1ഉം C1ഉം കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് B1ഉം C1ഉം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ക്വസ്റ്റ്യനിൽ വരുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസാണ്. അപ്പോൾ ഇങ്ങനെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഫൈൻഡ് സ്ട്രെസ് കമ്പോണൻസ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഫൈൻഡ് സ്ട്രെസ് കമ്പോണൻസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇൻക്ലിനേഷൻ ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പ്ലെയിനിലുള്ള സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂ കാണാൻ. നമ്മുടെ 2Dയിലൊക്കെ ഇക്വേഷൻ വെച്ച് ചെയ്ത പ്രോബ്ലം അല്ലേ, അത് ചോദിക്കും. അത് ഇവിടെയും ചോദിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് 1ലും ചോദിക്കാം. രണ്ടിലും ഒരേ മെത്തേഡാണ്. അവിടെ നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് സിഗ്മ 1 സിഗ്മ 2 ടോമാക്സ് θ1 θ2 φ1 φ2 ആൻസർ കാണാൻ പഠിച്ചു. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ വന്നാലും ഈ മെത്തേഡ് വഴി അവിടെയും ചെയ്യാൻ പറ്റും. എനിവേ ആ മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ, 30 ഡിഗ്രി എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയും. നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിളിന് സെൻറ്റർ എടുക്കുക, എന്നിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന θ ഡിഗ്രി 30 ആണെങ്കിൽ 2θ 2 × 60 ഡിഗ്രി, അല്ലെങ്കിൽ 40 ആണെങ്കിൽ 2θ 80 ഡിഗ്രി. 2θ ഡിഗ്രി അളവിൽ നമ്മൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റാണ് ഇ. മനസ്സിലായല്ലേ? പ്രൊട്രാക്റ്റഡ് ആംഗിള് എത്ര 2θ ഡിഗ്രി ഇവിടുന്ന് മെഷർ ചെയ്യുക. അപ്പോൾ ആ കറസ്പോണ്ടിങ് പോയിൻ്റ് ഇ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ നമ്മുടെ ഇനിഷ്യൽ പോയിൻ്റില്ലേ എ ആയിട്ട് ഇതിനെ യോജിപ്പിക്കുക. സോ അതൊരു സർക്കിള് അല്ലേ, ഒരു സർക്കിൾ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. സർക്കിൾ അല്ല, ട്രയാങ്കിൾ കിട്ടും. ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ട്രയാങ്കിൾ ADE. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിൻ്റ് B1, ഈ പോയിൻ്റ് നമ്മൾ D എന്ന് വിളിക്കാം, ഈ പോയിൻ്റിനെ D എന്ന് വിളിക്കാം, DD. ADE, ട്രയാങ്കിൾ ADE. ശ്രദ്ധിക്കുക, ആംഗിൾ θ 2θ എടുത്തു. അപ്പോൾ ഇതിൻ്റെ 2θ ആണ്. അത് അളന്ന് നോക്കിയിട്ട് ഈ മാർക്ക് ചെയ്യുന്നു. ഇയിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരച്ച് D എന്ന് മാർക്ക് ചെയ്യുന്നു. ഇയും എയും യോജിപ്പിക്കുന്നു. സോ വി വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ADE. ഇനി നമുക്ക് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ കിട്ടിയ പ്ലെയിനിലെ സിഗ്മ എന്നിൻ്റെയും ടോ എന്നിൻ്റെയും വാല്യൂ കാണണം. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സിഗ്മ എന്നിൻ്റെയും ടോ എന്നിൻ്റെയും വാല്യൂ കാണണം. അപ്പോൾ എന്താണ് സിഗ്മ എൻ, എന്താണ് ടോ എൻ? ഈ AD ആണ് സിഗ്മ എൻ. എ മുതൽ D വരെയുള്ള അളവ് അളന്ന് നോക്കുക. അതുപോലെ തന്നെ ED ആണ് ടോ എൻ. റിസൾട്ടൻ്റ് കിട്ടണമെങ്കിൽ
എ ചെയ്താൽ മതി. ചോദിക്കുകയാണെങ്കിൽ എ ചെയ്താൽ മതി. അപ്പോൾ എ ഡിയും ഇ ഡിയുമാണ് ആൻസർ.